أعوذ بالله من الشيطان الرجيم. قل لله الشفاعة جميعا له ملك السماوات والأرض ثم إليه ترجعون. أعوذ بالله من الشيطان الرجيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എന്തുകൊണ്ടാണ് കേരളത്തിലടക്കമുള്ള ഖുബൂരികളായ പുരോഹിതന്മാർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായ കിതാബ് തൗഹീദിനെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ബാബ് ശഫാഅ എന്ന പേരിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഈ അധ്യായം. ശഫാഅത്തുമായി ബന്ധപ്പെട്ട് തൗഹീദിന് വിരുദ്ധമായി ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങളെയും ചിന്തകളെയും വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് വിമർശിക്കുകയാണ് ആദരണീയനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. നമ്മുടെ നാട്ടിൽ നേരത്തെ കേട്ട സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ മരണപ്പെട്ടു പോയ മഹാന്മാരെ വിളിച്ചു തേടുകയും അവരുടെ ജാറങ്ങളിലേക്ക് ആഗ്രഹപൂർത്തീകരണത്തിനു വേണ്ടി യാത്ര പോവുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യരോട് നിങ്ങൾ എന്തിനാണ് ജാറങ്ങളിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്തിനാണ് മരിച്ചുപോയ മഹാന്മാരെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ചെയ്യുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കലല്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള മറുപടി അല്ല, ഈ മഹാന്മാർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നാണ്. അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. അള്ളാഹുവാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ ആത്യന്തികമായി കൈകാര്യം ചെയ്യുന്നത് എന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ചെയ്യാൻ ഈ ഔലിയാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതവർ ചെയ്തു തരും. ഒന്ന്. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഈ ഔലിയാക്കന്മാരോട് കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഔലിയാക്കൾ അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മളുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം എന്നാണ് പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ പറയാറുള്ളത്. എന്നാൽ ആ വിശ്വാസം ഇസ്ലാമിന്റെ വിശ്വാസമല്ല എന്നും അത് അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിച്ച വിശ്വാസമല്ല എന്നും അത് മക്കയിലെ മുശ്രിക്കുകളുടെ ജീവിതത്തിൽ അവർ കൈക്കൊണ്ടിരുന്ന വിശ്വാസമാണെന്നും ആ വിശ്വാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ് ചെയ്തത് എന്നും ഈ അധ്യായത്തിലൂടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. നോക്കൂ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്
ഒരിക്കലും കേരളത്തിൽ വന്നിട്ടില്ല. കേരളത്തിലെ ഈ പൗരോഹിത്യത്തിന്റെ ദുർവ്യാഖ്യാനങ്ങൾ അദ്ദേഹം കേട്ടിട്ടില്ല. പക്ഷേ സമാനമായ വാദങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മുമ്പ് കാലത്ത് പറഞ്ഞിരുന്ന ഉദാഹരണങ്ങളുണ്ട്. ഒരു രാജാവിന്റെ അരികിൽ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി നേർക്ക് നേരെ ഒരാൾ, ഒരു പ്രജ ചെല്ലുന്നതിന് പകരം, ഒരു സാധാരണക്കാരൻ ചെല്ലുന്നതിന് പകരം ആ രാജാവിന്റെ മന്ത്രി മുഖേന രാജാവിലേക്ക് ചെല്ലുന്നത് പോലെയാണ് ഞങ്ങൾ മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ചു തേടുന്നത് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. ട്രാൻസ്ഫോമറിൽ നിന്ന് വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഈ വൈദ്യുതി മാറുന്നതിന് മുമ്പ് ഒരുപാട് ഫ്യൂസുകളിലൂടെ കടന്നു പോരുന്നുണ്ട്. ആ ഫ്യൂസുകൾ ഈ വൈദ്യുതിയുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയാണ്. നേർക്ക് നേരെ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന അതേ പവറിൽ വൈദ്യുതി ബൾബിലേക്ക് കൊടുത്താൽ ആ ബൾബ് കരിഞ്ഞു പോകും. അതേപോലെ നമ്മൾ നേർക്ക് നേരെ സർവലോക രക്ഷിതാവായ നിയന്താവായ അള്ളാഹുവിനോട് ഈ പാപിയായ അടിമകളായ നമ്മൾ നേർക്ക് നേരെ പറഞ്ഞാൽ ആ നമ്മളുടെ ഫ്യൂസ് ഇല്ലാതെ പറഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പോകും, നമ്മൾ കത്തിപ്പോകും, അത് സ്വീകരിക്കപ്പെടില്ല. അതിന് പകരം ഇടയിൽ ഈ മഹാന്മാരെ വെച്ച് ആ മഹാന്മാർ അള്ളാഹുവിനോട് പറഞ്ഞാൽ അതാണ് സ്വീകരിക്കപ്പെടുക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴും കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിയാർ, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പള്ളികളിൽ മൈക്ക് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന വാദവുമായി സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നജീബ് മുസ്ലിയാർ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. അദ്ദേഹം പറയുന്നു, അന്ന് അദ്ദേഹം ആ പ്രസംഗം നടത്തുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹം പറയുകയാണ്, എനിക്ക് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ അരികിൽ നിന്ന് ഒരു കാര്യം നേടിയെടുക്കണം. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് എന്നെ അറിയില്ല, വ്യക്തിപരമായി എന്നെ പരിചയമില്ല. എന്നാൽ അദ്ദേഹം സങ്കല്പിച്ച് പറയുകയാണ്, എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഡ്രൈവർ രാജൻ എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് വിചാരിക്കുക. ആ രാജൻ എൻ്റെ അയൽവാസിയാണ്. സ്വാഭാവികമായും ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ആവശ്യം ഞാൻ രാജനോട് പറയും. ഇങ്ങനെ എനിക്കൊരാവശ്യമുണ്ട്, എൻ്റെ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ട്, അതൊന്ന് റെഡിയാക്കി തരണം എന്ന് ഞാൻ രാജനോട് പറഞ്ഞാൽ രാജൻ മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് ചെല്ലും. രാജനെ മുഖ്യമന്ത്രിക്കറിയാം, രാജൻ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറാണ്, രാജനുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട്. രാജൻ പറയും, ഈ നജീബ് മൗലവി എന്ന് പറയുന്നയാൾ എൻ്റെ അയൽവാസിയാണ്, എനിക്ക് വേണ്ടപ്പെട്ടയാളാണ്, എൻ്റെ കുടുംബത്തിന് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ നിങ്ങളുടെ മേശപ്പുറത്തുണ്ട്, അത് നിങ്ങൾ പരിഗണിക്കണം എന്ന് ഈ രാജൻ പറഞ്ഞാൽ, ആ രാജൻ പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ഫയൽ വേഗം മുഖ്യമന്ത്രി പരിഗണിക്കുന്നത് പോലെ മഹാന്മാരായ ആളുകളോട് നമ്മൾ പറഞ്ഞാൽ, ആ മഹാന്മാര് അള്ളാഹുവിനോട് കാര്യം പറഞ്ഞാൽ വേഗം ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇസ്തിശ്ഫാഅ് എന്നാണ് ഞങ്ങൾ അതിന് പറയുന്നത്. ശുപാർശ തേടലാണ്, ശുപാർശ ആവശ്യപ്പെടലാണ് എന്നാണ് നജീബ് മുസ്ലിയാർ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം, ആ ആയത്തിന് ശേഷം അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ ഏത് രൂപത്തിലാണോ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിൽ മനസ്സിലാക്കാൻ ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന അള്ളാഹുവിന്റെ വചനം അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് ഈ മുസ്ലിയാരുടെ പ്രസംഗം ബോധ്യപ്പെടുത്തുന്നു. ഒരു സാധാരണക്കാരൻ ചായക്കടയിൽ ഇരുന്ന് നടന്ന ചർച്ചക്കടയിൽ പറഞ്ഞതല്ല ഇത്, മറിച്ച് സംസ്ഥാന എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഏറ്റവും വലിയ പണ്ഡിതൻ, അവരുടെ ഏറ്റവും വലിയ മുഫ്തി, അവരുടെ ഏറ്റവും വലിയ നേതാവ്, അയാളാണ് ഈ ഉദാഹരണം പറഞ്ഞത്. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ ഈ ഉദാഹരണം പറയുമോ? നോക്കൂ, എന്തുകൊണ്ടാണ് ഈ ശുപാർശക്ക് ആളെ സ്വീകരിക്കേണ്ടി വന്നത്? ഒന്നാമത്തെ കാര്യം മുസ്ലിയാർ തന്നെ പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് എന്നെ അറിയില്ല എന്നതാണ്. ഇതുപോലെയാണോ അള്ളാഹു?
ഇതുപോലെയാണ് അള്ളാഹു ഉമ്മൻചാണ്ടിയുടെ മേശപ്പുറത്ത് വണ്ടൂരിലെ നജീബ് മുസ്ലിയാരുടെ ഒരു അപേക്ഷ കിടക്കുന്നു. ഉമ്മൻചാണ്ടിക്കറിയില്ല ആരാണ് ഈ നജീബ് മുസ്ലിയാർ. അതേപോലെ നജീബ് മുസ്ലിയാർ തന്റെ മകന് രോഗം വരുമ്പോ വീട്ടിന്റെ അകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു, പടച്ച റബ്ബേ എന്റെ കുട്ടിക്ക് രോഗമാണ്, ആ കുട്ടിയുടെ രോഗമൊന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ ഈ വണ്ടൂരിൽ എവിടെയാണ് അവിടുത്തെ നജീബ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ആരാണ് എന്നറിയാത്ത ഒരവസ്ഥ സർവലോക രക്ഷിതാവായ റബ്ബിനുണ്ടോ? ഉമ്മൻചാണ്ടിക്ക് അറിയാത്തത് കൊണ്ടാണ് ശുപാർശക്കാരനെ സ്വീകരിക്കേണ്ടത് വന്നത് എങ്കിൽ അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ശുപാർശക്കാരനെ സ്വീകരിച്ചത്? അല്ല ഇങ്ങനെ ആരാണ് ഈ നജീബ് മുസ്ലിയാർ, ആരാ മൂപ്പരെ കുട്ടി, എന്താ മൂപ്പരെ കുട്ടിക്ക് പറ്റിയത് എന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ദുആ മാത്രം അള്ള കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അള്ളാഹ്ക്ക് അറിയില്ല. അപ്പോഴാണ് മൊയ്തീൻ ഷെയ്ഖ് പറയുന്നത്, പഠിച്ചവനെ മമ്പാട്ടുള്ള ഒരു നജീബ് മുസ്ലിയാർ മൂപ്പരെ കുട്ടിയുടെ ഒരു അസുഖം മാറ്റിക്കൊടുക്കാൻ നിന്നോട് പ്രാർത്ഥിച്ചില്ലേ, എനിക്ക് നല്ല പരിചയമുള്ള ആളാണ് കേട്ടോ, മൂപ്പര് ആ നാട്ടിലൊക്കെ നടന്ന് അയാളൊക്കെ പറയുന്ന ആളാണ്, അതുകൊണ്ട് അതൊന്ന് നീ പരിഗണിക്കണം പഠിച്ചവനെ എന്ന് മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞാൽ അള്ള കേൾക്കും. അള്ളാഹ്ക്ക് നേരിട്ട് നജീബ് മുസ്ലിയാർ അറിയില്ല, പക്ഷെ മൊയ്തീൻ ഷെയ്ഖിന് അറിയാം. മൊയ്തീൻ ഷെയ്ഖിന് നേരിട്ട് നജീബ് മുസ്ലിയാർ അറിയാം. അള്ളാഹ്ക്കറിയില്ലെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച് മണ്ണിനടിയിൽ ദ്രവിച്ചു പോയ ജീലാനിക്ക് എന്ത് ചെയ്യാം? മൊയ്തീൻ ഷെയ്ഖിന് ഈ നജീബ് മുസ്ലിയാർ അറിയാം, അള്ളാഹ്ക്കറിയില്ല. മാ ഖദറുല്ലാഹ ഹഖ ഖദരി. ഈ ശുപാർശക്കാരെ സ്വീകരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇത് തന്നെയാണ് മക്കയിലുണ്ടായിരുന്ന ആളുകളുടെയും വിശ്വാസം. നോക്കൂ, സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാമത്തെ ആയത്തിൽ ആ കാര്യം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ ما نعبدهم إلا ليقربنا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. എന്താ അല്ലാഹു പറഞ്ഞത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. എന്തിനാ മക്കയിലുള്ള ആളുകൾ ഈ ലാത്തയെ വിളിച്ചത്? എന്തിനാ ഉസ്സയെ വിളിച്ചത്? എന്തിനാ മനാത്തിനെ വിളിച്ചത്? എന്തിനാ നബിമാരെ വിളിച്ചത്? എന്തിനാ ഈസായെ വിളിച്ചത്? എന്തിനാ ഉസൈറിനെ വിളിച്ചത്? എന്തിനാ മൂസായെ വിളിച്ചത്? ഉത്തരം ഒന്ന് മാത്രമാണ്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹു ഇല്ലെന്നല്ല, അല്ലാഹു വേണ്ടെന്നല്ല, അല്ലാഹുവിന് കഴിവില്ലെന്നല്ല, അല്ലാഹുവിനെ ഞങ്ങൾ പരിഗണിക്കുന്നില്ലെന്നല്ല, ഞങ്ങൾ തേടുന്നതും പറയുന്നതും അല്ലാഹു അറിയുന്നില്ല എന്നല്ല. ഈ ആളുകൾ പറയുന്നത് പോലെ അല്ല ഇത് കേൾക്കാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ആണ് ഞങ്ങൾ പറയുന്നത് എന്നല്ല, മറിച്ച് ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അതല്ലേ അവർ സത്യസന്ധമായി കഅബയുടെ അരികിലേക്ക് ചെന്നപ്പോൾ പറഞ്ഞത്? കഅബയുടെ അരികിൽ വന്ന് തവാഫ് ചെയ്യുന്ന സമയത്ത് മക്കയിലുള്ള ആളുകൾ വിളിച്ചു പറയുന്നു, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഹജ്ജിന് പോകുന്ന, ഉംറയ്ക്ക് പോകുന്ന വിശ്വാസികളുടെ നാവിൽ നിന്ന് നിരന്തരമായി പുറത്തേക്ക് വരുന്ന വചനം, ഓരോ വിശ്വാസിയുടെയും രോമകൂപങ്ങളെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന വചനം, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക് എന്ന് മക്കക്കാർ അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് വിശ്വാസികൾക്ക് പരിചയമുണ്ടത്. പക്ഷെ അതിന്റെ കൂടെ മക്കയിലുള്ള ആളുകൾ ചേർത്ത് പറയുന്നു, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്, ഒരു പങ്കാളിയല്ലാതെ. ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകൾ നിനക്കുള്ളതാണ്. നീ കൊടുക്കാത്ത ഒരു കഴിവ് ലാത്തക്കില്ല, നീ കൊടുക്കാത്ത ഒരു കഴിവ് ഉസ്സക്കില്ല, നീ കൊടുക്കാത്ത ഒരു കഴിവ് മനാത്തക്കില്ല. അവരൊക്കെ വേണം, നീ കൊടുത്ത കഴിവിൽ നിന്നാണ് അവരൊക്കെ സഹായിക്കുന്നത് എന്നതായിരുന്നു ഈ ആളുകളുടെ വിശ്വാസം. തീർന്നില്ല.
ഇങ്ങനെ ഔലിയാക്കളെ ഉണ്ടാക്കി ആ ഔലിയാക്കളോട് തേടി ആ ഔലിയാക്കളോട് അള്ളാഹുവിനോട് പറഞ്ഞ് ആ ഔലിയാക്കൾ ശുപാർശക്കാരായി. അങ്ങനെയൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ശുപാർശയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടില്ല. പിന്നെയോ ആരാണ് വലിയ, ആരെയാണ് വലിയായി സ്വീകരിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലെ 14-ാമത്തെ വചനത്തിലൂടെ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. قل أغير الله أتخذ وليا فاطر السماوات والأرض وهو يطعم ولا يطعم قل إني أمرت أن أكون أول من أسلم ولا تكونن من المشركين. നോക്കൂ, പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയാണ്. കുൽ, പറയണം, ചോദിക്കണം. അഗൈറല്ലാഹി അത്തഖിദു വലിയ, അല്ലാഹുവല്ലാത്ത ഒരാളെ ഞാൻ വലിയായി സ്വീകരിക്കുകയോ? ആര്? ഞാൻ മുസ്ലിമായി ജീവിക്കുന്നവനാണെങ്കിൽ ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലം, മുസ്ലിമാകേണ്ടവനാണ് ഞാൻ. അതോടൊപ്പം തന്നെ വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽ പെടാതിരിക്കുകയും ചെയ്യേണ്ടവനാണ്. അതിനെന്ത് വേണം? ചോദിക്കേണ്ട ചോദ്യം അഗൈറല്ലാഹി അത്തഖിദു വലിയ എന്നാണ്. ഈ അത്തഖിദു വലിയ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ത്വബരി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. എന്താ അത്തഖിദു വലിയ, വലിയായി സ്വീകരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അസ്തൻസിറുഹു, ഞാൻ അല്ലാഹു അല്ലാത്ത ഒരാളോട് സഹായം തേടുകയോ, വസ്തഈനുഹു, ഞാൻ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിആനത്ത് നടത്തുകയോ, അലന്നവായിബി വൽ ഹവാദിസ്, പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോ അള്ളാഹിനോട് തേടുകയല്ലാതെ അല്ലാഹു അല്ലാത്തവരോട് ഞാൻ തേടുകയോ അങ്ങനെ വലിയകളെ സ്വീകരിക്കുകയോ എന്ന് ചോദിക്കുക എന്നാണ്. അതെ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ തേടേണ്ടത് റബ്ബിനോടാണ്. അത് റബ്ബിനെ വലിയാക്കലാണ്. ആ റബ്ബിനെയാണ് വലിയാക്കേണ്ടത്. ഇനി അതിനു പകരം മരിച്ചു പോയവരോട് തേടിയാലും, ബിംബങ്ങളോട് തേടിയാലും, ജിന്നുകളോട് തേടിയാലും, മലക്കുകളോട് തേടിയാലും സംഭവിക്കാൻ പോകുന്നത് അള്ളാഹുവിന് പുറമെ അവരെ വലിയകളായി സ്വീകരിക്കുക എന്നതാണ്. അത് പാടില്ല, ഒരു മുസ്ലിമിന് പാടില്ല. ശിർക്ക് ചെയ്യാത്ത ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാന്മാരോട് തേടി അവർ ശുപാർശക്കാരായി അവർ അല്ലാഹുവിനോട് പറഞ്ഞ് കാര്യം നടത്തിത്തരിക എന്ന ഒരു സമ്പ്രദായം ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്, അല്ലാഹു പഠിപ്പിക്കാത്തതാണ്. നേർക്ക് നേരെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി തീരുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.